അരിയും സാധനങ്ങളും കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ എടുത്തു വെച്ചതാണ്. അത് വള്ളവും തോണിയുമായിട്ട് വന്ന് ഈ അരിയെല്ലാം എടുത്തോണ്ട് പോയായിരുന്നു. ഇപ്പോഴത്തേക്കാണ് ഈ വെള്ളം കയറിയത്. വലിയ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാത്രി 11-12 മണി വരെ വെള്ളമില്ലായിരുന്നു. വെള്ളത്തിലാണ് ഇപ്പം കന്നുകാലികൾ വരെ മനുഷ്യനെ ഉപേക്ഷിച്ച് വീട് വിട്ടു. അന്നേരം വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ഒഴുക്കുമായിരുന്നു. വെള്ളം എന്നാലും കിടക്കുകയാണ്, നീറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് വഴിയറമ്പായോണ്ട് ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ ഓളം അടിച്ച് കയറുകയാണ്. അപ്പോൾ ഓളം അടിച്ച് കയറുമ്പോഴത്തേന് വെള്ളം പിന്നെ അതിനകത്തോട്ട് കയറുകയാണ്. 300 കുടുംബമുണ്ട്. മുഴുവൻ പേരും വെള്ളത്തിൽ അതുപോലെ അങ്ങ് തിരുവല്ലാക്ക് പോയി. നമസ്കാരം. 4-5 ദിവസം നീണ്ടു നിന്ന ദുരിതപ്പെയ്ത്തിന് ഏറെക്കുറെ ശമനമാകുമ്പോൾ പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശമായ അപ്പർ കുട്ടനാടിലൊക്കെ ഇപ്പോഴും ജനങ്ങൾ ദുരിതത്തിൽ തന്നെയാണ്. കഴിഞ്ഞ 2018-19 കാലഘട്ടത്തിലൊക്കെ ഇത്രയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം കുത്തിയൊലിച്ച് വെള്ളം എത്തുകയായിരുന്നു. പല സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറി. പലരും ഇപ്പോൾ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. പലരുടെയും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വലിയ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തങ്കരി എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വ്യാപാരിയെ ഞാൻ കണ്ടു. ചേട്ടാ, എന്താണ് വെള്ളം കയറിയോ കടകളിൽ? എങ്ങനെ അവസ്ഥ? എനിക്ക് 2 കടയുണ്ട്. 2 കടയിലും വെള്ളം കയറി. എന്ത് കടയാണ്? റേഷൻ കട. ARD 101. 2 കടയിലെ സാധനങ്ങൾ ഈ സ്റ്റേജിലോട്ട് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയില്ലായിരുന്നേ അരിയെല്ലാം നശിച്ചു പോയതിനായിരുന്നു. മാറ്റിക്കഴിഞ്ഞ് ഞാൻ 5 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. രാത്രിയും പകലും എല്ലാം. വേറെ മാർഗം എങ്ങും കൊണ്ടുപോയാൽ ഇതെല്ലാം നശിച്ചു പോകും. അത് കാരണം അത് അരിയെല്ലാം എടുത്ത് ഇവിടെ സ്റ്റേ വെച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പം വരുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ വരുന്നുണ്ടോ? ഇന്ന് 2-3 പേര് വന്നു. ഞാൻ അവരെ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. അതിനകത്ത് മൊത്തം ചെളിയെല്ലാം ആയിരുന്നു. അത് എല്ലാം നീക്കം ചെയ്തു. ഇന്നലെ നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ജനങ്ങൾക്ക് അരിയും സാധനങ്ങളും കിട്ടാതിരിക്കണ്ടെന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. രാത്രിയിലാണെങ്കിലും കാവലിരിക്കേണ്ട അവസ്ഥയാണ്. രാത്രി കാവലിരിക്കുന്ന എന്ന് വെച്ചാൽ 2018 വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ എടുത്തു വെച്ചതാണ്. അത് വള്ളവും തോണിയുമായിട്ട് വന്ന് ഈ അരിയെല്ലാം എടുത്തോണ്ട് പോയായിരുന്നു. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ രാത്രി സമയത്തും ഇവിടെ കഴിയുന്നത്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം ഈ റോഡ് സൈഡിലെല്ലാം അങ്ങേ സൈഡിൽ മൊത്തം വീട് വെള്ളം കയറി നശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വെള്ളം കയറി. അപ്പോൾ ഈ അരിച്ചാക്കുകളൊക്കെ അത് ഈ വെള്ളത്തിൽ നിന്നും കരകയറ്റുന്നതിനായിട്ടാണ് അദ്ദേഹം അത് ഇവിടെ ഈ സ്റ്റേജിൽ, അതായത് ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള സ്റ്റേജിൽ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പം ചേട്ടാ, ഇവിടെ എങ്ങനെയാണ്? ഒരുപാട് വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? എല്ലാ വീടുകളിലും വെള്ളം കയറി. താഴ്ന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിലാണ്. ആളുകളൊക്കെ എങ്ങനെയാണ് ദുരിതം? ക്യാമ്പുകളിൽ ഇപ്പോൾ ദുരിതപ്പെട്ടവർക്ക് പോകാൻ പറ്റില്ലല്ലോ. അവർ കഷ്ടിച്ച് ജീവിക്കുന്നത് ഇങ്ങനെ. ഏറ്റവും കൂടുതൽ ബാത്റൂമിൽ പോകുന്നതിനാണ് ബുദ്ധിമുട്ട് ഇവിടെ. മുൻകാലങ്ങളിൽ ഇതുപോലെ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഇത് 2018 ശേഷം ഒരു വെള്ളം പൊങ്ങിയായിരുന്നു. പിന്നീടിപ്പോൾ ആദ്യമായിട്ടായത്. ഈ ചാത്തങ്കരി ഭഗവതി ക്ഷേത്രമാണ് അവിടെ. ചാത്തങ്കരി ഭഗവതി ക്ഷേത്രം. അവിടേക്ക് വെള്ളം കയറിയില്ല. അവിടേക്ക് കയറിയില്ല. ഈ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ആളുകളൊക്കെ ഓടി എത്തിയത് ഇവിടേക്കാണ്. അത് ഓരോരുത്തർക്ക് അവരവരുടെ അന്നേരത്തെ സൗകര്യം അനുസരിച്ച് പോയി. ഈ എപ്പോഴത്തേക്കാണ് ഈ വെള്ളം കയറിയത്? വലിയ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാത്രി 11-12 മണി വരെ വെള്ളമില്ലായിരുന്നു. 2-ാം തീയതി 11 മണി ആയപ്പോഴത്തേക്കാണ് വീടുകളിൽ മുഴുവൻ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ ഏറെക്കുറെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേശ്ശെ ഇറങ്ങി തുടങ്ങുന്നു. വന്നതുപോലെ ഇറങ്ങുന്നില്ല. ഇനി ഏറ്റവും ശ്രമകരമായ കാര്യം ഈ വീട് ക്ലീൻ ചെയ്യാനാണ്. വലിയ ബുദ്ധിമുട്ടാണ്. വെള്ളത്തിലാണ്. ഇപ്പം കന്നുകാലികൾ വരെ മനുഷ്യനെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോയിട്ടുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ വലിയ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട്. ഈ പോസ്റ്റ് ഓഫീസിനൊന്നും കുഴപ്പമില്ല. ഒരുപാട് താഴ്ന്ന കുഴിയിലിരിക്കുന്ന എല്ലാ അവിടെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കടകൾ മുഴുവൻ നശിച്ചു കിടക്കുക. താഴെ കിടക്കും. വീട്ടിലൊക്കെ വെള്ളം കയറിയോ? വെള്ളം കയറി. ഇതുവഴി കടന്നു പോകാൻ പറ്റുമായിരുന്നു? വെള്ളം കൂടുതലായിരുന്നു. നീന്തി വരുവാ. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യാൻ? വീട് ഉപകരണങ്ങളൊക്കെ നശിച്ചോ? എല്ലാം ഓരോന്നൊക്കെ പോയി. വിരക്ക് പൊട്ടലും ഒക്കെ ഉണ്ട്. വരെ എല്ലാം ഇരുത്തി. ടിവിയും പോയി കിടക്കുക. അതെ, ടി വി 2 ദിവസത്തേക്ക് മുൻപ് ഇടി വെട്ടിയെന്ന് പോയി. എത്ര പേരുണ്ട് വീട്ടിൽ? ഞങ്ങള് 6 പേര്. 4 അല്ല 3, 2, 5, 2, 7 പേരുണ്ട്.
ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേന് ഇങ്ങോട്ട് പുറത്തേക്ക് വരാൻ പറ്റാതെ വന്നോ? എന്തോ അന്നേരം വലിയ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഒഴുക്കുമായിരുന്നു. എന്നാലും വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാതെ വന്ന് പേടിച്ചു പോയില്ലേ? മേടിച്ചു പോയി. ഇപ്പം നിങ്ങൾ വെള്ളത്തിനകത്തൂടെ തന്നെ നടന്ന് എവിടെ പോവാ? ഞങ്ങൾ പിരിഞ്ഞര വരെ പോവാം. പിരിഞ്ഞര മരുന്ന് മേടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രായമായ ആളുകൾ വേറെ ഉണ്ടോ വീട്ടിൽ? ഉണ്ട്, അമ്മയുണ്ട്. ചേച്ചി ഇപ്പോഴും ക്ലീനിങ് തുടങ്ങുവാണോ? എന്തോ ക്ലീനിങ് ക്ലീനിങ് ചെറിയ രീതിയിൽ തുടങ്ങി. വെള്ളമാണ് ഇപ്പോഴും ശരിക്കും കഴുകി ഇറക്കാൻ പറ്റില്ല. ഈ ഉന്തൊക്കെ ഞാനിപ്പം ഇവിടുന്ന് അടിച്ചിറക്കുമായിരുന്നു, ഒത്തിരി ഉന്ത് ഇതിനകത്തുണ്ട്, അത് അടിച്ചിറക്കി വെള്ളം എന്നാലും കിടക്കുകയാണ്, നീറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഫർണിച്ചറൊക്കെ വെള്ളത്തിലായി പോയോ? കട്ടിലൊക്കെ മുങ്ങി, കട്ടിൽ മുങ്ങി. പിന്നെ കുറച്ചൊക്കെ നമ്മൾ പൊക്കി വെച്ചു. എന്നാൽ ഇത് വഴിയറമ്പായതുകൊണ്ട് ഈ വണ്ടിയൊക്കെ പോകുമ്പോൾ ഓളം അടിച്ച് കയറുകയാണ്. അപ്പോൾ ഓളം അടിച്ച് കയറുമ്പോഴത്തേന് വെള്ളം പിന്നെ അതിനകത്തോട്ട് കയറുകയാണ്. പിന്നെ മുഴുവൻ ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. ഇന്നത്തെ ആയാലും ഇറങ്ങത്തില്ല, നാളത്തേക്ക് ക്ലീൻ ചെയ്ത് ഫുള്ളാകാൻ പറ്റത്തുള്ളൂ, ഇന്ന് മഴ പെയ്തില്ലെങ്കിൽ. വേറെ എന്തെങ്കിലും നഷ്ടമുണ്ടോ? നാശനഷ്ടം എന്ന് പറഞ്ഞാൽ ഇത് എത്ര ദിവസമായി നമ്മൾ വെള്ളത്തിൽ കിടക്കുന്നു, ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. എത്ര നമ്മുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയി കിടന്നെന്ന് പറഞ്ഞാലും നമുക്കൊരു ബുദ്ധിമുട്ട്, അവർക്കൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ? ഭക്ഷണമൊക്കെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ശരി, ആരുണ്ടായിരുന്നു വീട്ടിൽ? ഇവിടെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ അമ്മായിയും ഇച്ചിരി പ്രായമുള്ളതാണ്. അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞാലും അവിടെ കിടപ്പ് രോഗിയായിട്ടൊരു ചെറുപ്പക്കാരനാണ്, ബെഡേലാണ്, പിന്നെ പ്രായമുള്ളൊരമ്മയാണ്. ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ജോലി ഇപ്പം നീന്തി ഇങ്ങനെ പോകണം, പരേറ്റം വെള്ളമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എന്താണ്, ഇപ്പം വണ്ടി പോകുന്ന റോഡ് ഇപ്പം വെള്ളത്തിലാണ് ഇപ്പം പോകുന്നത്. ആ ഒരു സിറ്റുവേഷനാണ്. വെള്ളം ഇപ്പം ഇവിടുന്ന് പടിഞ്ഞാട്ട് ഒരു റോഡുണ്ട്, അവിടുന്ന് കിഴക്കോട്ട് റോഡുണ്ട്, ഈ ഒരു റോഡ്, 3 റോഡ് വരുന്നുണ്ട്. പക്ഷേ 3 റോഡിലും നമുക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ. നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. ഞങ്ങളിപ്പോൾ ഒരു 300 കുടുംബമുണ്ട്. ഉണ്ട്, മുഴുവൻ പേരും വെള്ളത്തിൽ. ആദ്യം അങ്ങ് തിരുവല്ലായ്ക്ക് പോയി, സ്കൂളിൽ പോയി, ക്യാമ്പിൽ പോയി. ബാക്കി ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഒക്കെ ഉള്ളൂ. ഉള്ളവരൊക്കെ വെള്ളം ഇറങ്ങുന്നില്ലല്ലേ? വെള്ളം ഇറങ്ങുന്നില്ല. കിറ്റുമായിട്ട് ചേട്ടൻ വള്ളത്തെ പോകണം. കിറ്റുമായിട്ട് വീടുകളിൽ കിറ്റ് കൊടുക്കാൻ പോവാ ഞങ്ങള്. 2 ദിവസമായിട്ട് വെള്ളം തീരെ ഇറങ്ങുന്നുമില്ല. അങ്ങോട്ട് പോകാൻ പറ്റുമോ? വള്ളത്തിലാണോ പോകാൻ? വള്ളത്തിലേ പോകാൻ പറ്റുള്ളൂ. പാലം കയറുന്നിടത്തും ഇറങ്ങുന്നിടത്തും കറി വെക്കാനൊന്നും അത് കാരണം ഇങ്ങനെയൊക്കെ പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തുണിയെല്ലാം നനച്ച് നീന്തുക. അരയറ്റം വെള്ളമുണ്ട് ഇപ്പം. ഇറങ്ങുന്നില്ലെന്നല്ലേ? സാധാരണ ഈ സമയത്ത് ഇറങ്ങണ്ടാണ്. കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടും ഇപ്പോഴും ഉണ്ട് അരയറ്റം വെള്ളത്തിൽ മേളിൽ. അല്ല, ഒരു കാര്യം, 18-ലെ വെള്ളപ്പൊക്കം 2 ദിവസം കൊണ്ട് ഇറങ്ങി വന്നു, കയറി ഇറങ്ങിപ്പോയി. ഇതിപ്പോൾ 4-5 ദിവസമായിട്ട് ഈ കിടക്കുക വെള്ളം. താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യമാണ്. നമുക്ക് അവിടേക്ക് കടന്നു പോലും പോകാൻ കഴിയില്ല, കാരണം ഇപ്പോഴും വെള്ളം നിൽക്കുകയാണ്. പല ആളുകളെയുമൊക്കെ അവിടെ നിന്നും ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ശമനം ഉണ്ടായതിനെ തുടർന്ന്, മഴയ്ക്ക് ശമനം ഉണ്ടായിട്ടുണ്ട്, വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഈ വെള്ളത്തിൽ കൂടെ നടന്നാണെങ്കിലും വീടുകളിലേക്ക് എത്തുകയാണ്. അവിടെ ക്ലീനിങ്ങിൻ്റെയും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയാണ്. കാരണം ജിതിനൊപ്പം സിയാസാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.